നമുക്കിന്നൊരു പായസം ഉണ്ടാക്കിയാലോ? അടപ്രഥമൻ ഉണ്ടാക്കാം. ഈ പാത്രം ഞാൻ പായസം ഉണ്ടാക്കാൻ മാത്രം ഉപയോഗിക്കുന്നതാണ്. പായസം ഉണ്ടാക്കുന്ന പാത്രത്തിൽ വേറെ എന്തെങ്കിലും ചെയ്തിട്ടുണ്ടെങ്കിൽ പായസത്തിൽ പാലൊഴിക്കുമ്പോൾ അത് പിരിഞ്ഞു പോകാനുള്ള സാധ്യതയുണ്ട്. എനിക്ക് പലപ്പോഴും അബദ്ധം പറ്റിയിട്ടുണ്ട്. പാത്രം നന്നായിട്ട് ചൂടായി വരുമ്പം അതിലേക്ക് 2 സ്പൂൺ നെയ്യാണ് ചേർത്ത് കൊടുക്കുന്നത്. ഞാനിവിടെ 100 ഗ്രാം അടയാണ് എടുത്തിരിക്കുന്നത്. ഞങ്ങളിവിടെ 2 പേരേ ഉള്ളൂ. അപ്പം 100 ഗ്രാം അട തന്നെ കൂടുതലാണ്. അട ചേർത്ത് നന്നായിട്ട് ഇളക്കി കൊടുക്കണം. പ്രത്യേകം ശ്രദ്ധിക്കേണ്ടുന്നത് ഫ്ലെയിം മീഡിയത്തിലായിരിക്കണം, അല്ലെങ്കിൽ കരിഞ്ഞു പോകും. നന്നായി ഇളക്കി കൊടുത്ത് കളറ് ചേഞ്ചായി വരുമ്പം അതിലേക്ക് 2ാം പാല് ചേർത്ത് കൊടുക്കണം. ഒരു തേങ്ങയുടെ പകുതിയാണ് ഞാൻ പാലിന് വേണ്ടിയിട്ട് എടുത്തത്. ചെറിയ കപ്പിന് 1/2 കപ്പ് ചവ്വരി ഞാൻ നേരത്തെ കുതിർത്ത് വെച്ചിട്ടുണ്ടായിരുന്നു. അതും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. അത് ചേർക്കുന്ന വീഡിയോ എൻ്റെ കയ്യിൽ നിന്ന് മിസ്സായിപ്പോയേ. അതും കൂടെ ചേർത്ത് ഇളക്കി അടച്ച് വെച്ച് വേവിക്കണം. ഇനി ഏലക്ക പൊടിച്ചെടുക്കാം നമുക്ക്. കുട്ടികൾക്ക് ഈ ഏലക്ക പായസത്തിൽ കടിക്കുന്നത് ഭയങ്കര ഇഷ്ടക്കേടാണ്. എൻ്റെ മോൾക്ക് ഒട്ടും ഇഷ്ടമല്ല. അതുകൊണ്ട് ഞാൻ അതിൻ്റെ അരി മാത്രം സെപ്പറേറ്റ് ചെയ്ത് പൊടിച്ചെടുക്കുക ചെയ്യുന്നത്. നല്ല പോലെ പൊടിഞ്ഞ് കിട്ടും അത്. ഏലക്ക ഞാൻ മിക്സിയിലല്ല പൊടിക്കുന്നത്. എനിക്കിങ്ങനെ ഈ ഇടികല്ലിൽ വെച്ച് തന്നെ പൊടിച്ചെടുക്കുന്നതാണ് ഇഷ്ടം കേട്ടോ. അതും കൂടെ നമുക്ക് പായസത്തിലേക്ക് ചേർത്ത് കൊടുക്കാം. 250 ഗ്രാം ശർക്കര ഉരുക്കിയതും കൂടെ നമുക്ക് ഇതിനോടൊപ്പം ചേർത്ത് ഇളക്കി കൊടുക്കണം. നന്നായിട്ട് ഇളക്കി വീണ്ടും അടച്ച് വെച്ച് വേവിക്കണം. അടച്ച് വെച്ച് വേവിക്കുമ്പോൾ ഇടയ്ക്കിടയ്ക്ക് ഇളക്കി കൊടുക്കാനും കൂടെ ശ്രദ്ധിക്കണം, അല്ലെങ്കിൽ അടിയിൽ പിടിക്കും. നന്നായിട്ട് വെന്ത് വരുമ്പം അതിലേക്ക് നമുക്ക് 1ാം പാലും കൂടെ ചേർത്ത് കൊടുക്കാം. മറ്റൊരു പാത്രത്തിൽ നെയ്യ് ചൂടാക്കി അതിലേക്ക് അണ്ടിപ്പരിപ്പ് മുന്തിരിങ്ങയും കൂടെ ചേർത്ത് വറുത്തെടുക്കണം. അണ്ടിപ്പരിപ്പ് എൻ്റെ കയ്യിൽ ഇല്ല കേട്ടോ, അതുകൊണ്ടാണ് അണ്ടിപ്പരിപ്പ് കാണാത്തത്. ബാക്കിയിരുന്ന ഏലക്കാപ്പൊടിയും കൂടെ ചേർത്ത് നെയ്യിൽ വറുത്ത അണ്ടിപ്പരിപ്പ് മുന്തിരിങ്ങയും കൂടെ ചേർത്ത് ഇളക്കുമ്പം പായസം റെഡിയായി. എല്ലാവരും ഒന്ന് വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കണേ.